ഇൻഫ്ലുവൻസർ ആയ പവി എലൻ ഒരു റെഡ് ഫ്ലാഗ് ആണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന്റെ നാണക്കേട് കൊണ്ട് തന്നെ എലൻ ഇപ്പൊ പുറത്തിറങ്ങി നടക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തനിക്കെതിരെ വീഡിയോ ചെയ്ത ആ ഒരു പെണ്ണായിട്ടുള്ള പവിയെ കണ്ടുപിടിക്കണമെന്ന് എലനും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ വ്ളോഗ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അവളിപ്പോ ലൈവായിട്ട് ഒരു മാളിലുണ്ട് എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കുന്നത്. നേരെ ഓടിപ്പോയി അവളെ കാണാനായിട്ട് നോക്കുമ്പോഴേക്കും അവളും പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവളും ആ സമയത്ത് ലൈവ് പോസ്റ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ ഇട്ട ആ ഒരു റെഡ് ഫ്ലാഗ് എന്നെ ഉപദ്രവിക്കാനായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി എലന്റെ അച്ഛൻ അവനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കല്യാണം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ കല്യാണത്തിന് അവനക്ക് താല്പര്യമില്ല. അവന്റെ ജീവിതത്തിൽ പ്രേമിച്ച് കല്യാണം കഴിക്കണം, വേറെ ആണുങ്ങൾ ആരും ചെയ്യാത്ത വിധത്തിലായിരിക്കണം എന്റെ പ്രേമം എന്നെല്ലാമായിരുന്നു അവന്റെ ഡ്രീം. അതുകൊണ്ടാണ് അച്ഛൻ കണ്ടുപിടിച്ച ആ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ അവൻ തയ്യാറാവാതെ ആ പെണ്ണിനോട് എന്തോ ഒക്കെ അവൻ പറഞ്ഞതെന്ന് ആ ലൈവിലൂടെ തന്നെ അവൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനിടക്ക് പവിയെ കണ്ടുമുട്ടിയ എലന് അവളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യവും പവിയോട് ഡയറക്റ്റ് ആയിട്ട് അവൻ പറയുകയും പിന്നീട് അങ്ങോട്ട് അവര് രണ്ടുപേരും ഒന്നിച്ച് നടക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവര് സ്നേഹത്തിലാവാണ്. ഒരു ദിവസം എലന്റെ വീട്ടിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന എലനെയും പവിയെയും അവന്റെ വീട്ടുകാർ കാണുന്നുണ്ട്. പവിയുടെ വീട്ടിൽ പോയി രണ്ടുപേരുടെ കല്യാണവും അവര് രണ്ടു കൂട്ടരും കൂടി പറഞ്ഞുറപ്പിക്കുകയാണ്. കല്യാണത്തിന്റെ സേവ് ദ ഡേറ്റ് ഒക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കല്യാണ ദിവസം ആവുന്നുമുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് പവി ആ ഒരു കല്യാണം കൂടിയിരുന്നത്. എന്നാൽ അപ്പോഴാണ് അവള് മനസ്സിലാക്കുന്നത് തന്റെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. താൻ പോയാൽ തന്റെ വീട്ടിൽ ആരും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന ആ ഒരു സമയത്ത് പവി ചെക്കനെ കൂട്ടാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഒരു ഓട്ടോയിൽ കയറി അവള് രക്ഷപ്പെട്ടു പോകാണ്. അവള് ഫോളോ ചെയ്ത് എലനും പോകുന്നുണ്ട്. കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ആര് നോക്കും? നിന്റെ അച്ഛനും അമ്മയും നല്ല സന്തോഷത്തിലാണ് ഉള്ളത്, പക്ഷെ എന്റെ അച്ഛനും അമ്മയും കരയാണ്. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കില്ലാന്ന് അവള് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കല്യാണത്തിന് തീരുമാനമാണ്. രണ്ടുപേരും രണ്ട് വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. പവിയുടെ അമ്മ അവള് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്നാൽ അവൾ അത് മനസ്സിലാക്കുന്ന മട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പവിയുടെ ഫ്രണ്ട്സ് അവനെ കള്ളും കൊടുത്ത് കുറച്ച് മൂപ്പിച്ച് വിട്ടോണ്ട് അന്ന് രാത്രി പവിയെ ചീത്ത പറയാനായി അവളുടെ വീട്ടിലേക്ക് അവൻ മതിലും ചാടിപ്പോകാണ്. പക്ഷെ അന്ന് രണ്ടുപേരും അവിടെ നല്ല റൊമാൻറ്റിക് ആയി ഒന്നാവുന്നുണ്ട്. പവിക്ക് എന്തായാലും അവരുടെ വീട്ടുകാരെ വിട്ടു പോകാൻ പറ്റില്ല എന്ന് എലനോട് പറയുന്നുണ്ട്. എലനോട് അവളുടെ വീട്ടിൽ വന്ന് താമസിക്കാനും അവൻ ആവശ്യപ്പെടാണ്. എന്നാൽ അവനക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയില്ലായിരുന്നു. പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് വീട്ടുകാരെല്ലാവരും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പവിക്കും എലനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അത് കാര്യമാക്കാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് ഒരു പോസ്റ്റ് വരുന്നത്. അത് ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു. എലൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.